ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് മറ്റൊരു വ്യക്തി മരണപ്പെട്ടു പോകണം എന്നുള്ളത്. പക്ഷെ ഒരു വ്യക്തി മരിക്കാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ട്, അത് അഫാനാണ്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, എനിക്ക് യാതൊരു രീതിയിലൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു വ്യക്തി മരിക്കണമെന്ന് ആദ്യമായിട്ട് ആഗ്രഹിച്ചത് അഫാൻ്റെ കേസിലാണ്. സത്യത്തിൽ ആ കുട്ടി ഒരു നൊമ്പരമാണ് കേട്ടോ. ചിലർ പറയും ചിലപ്പോൾ നമുക്കെന്തോ കമ്മ്യൂണിറ്റിയുള്ള സ്നേഹം, അങ്ങനെ ഇത് അതുകൊണ്ടൊന്നുമല്ല, അങ്ങനത്തെ യാതൊന്നുമില്ല. അതൊരു മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും നമുക്കിതൊക്കെ തന്നെയാണ് തോന്നുക. വീട്ടിൽ അമ്മയുടെ കെടുകാര്യസ്ഥത കൊണ്ട് ആ കുടുംബത്തിൻ്റെ താളം മുഴുക്ക തെറ്റി രണ്ടുപേരുടെയും ഫാദർ ആൻഡ് മദർ ബോത്ത് ആർ ദ സെയിം, രണ്ടുപേരും കണക്കാണ്. അവർ കാരണം നശിപ്പിക്കപ്പെട്ട 3 ജീവിതങ്ങളാണ്. ഒന്ന് ആ പൊടിക്കുട്ടിയുടേത്, അവൻ സ്നേഹിച്ച പെണ്ണ്, അവൻ മൂന്ന് കുട്ടികളുടെ ജീവിതമാണ് വല്ലാണ്ട് നശിക്കപ്പെട്ടത്. മറ്റു 3 പേര് കുറച്ച് പ്രായം ചെന്നവരാണ്, ജീവിതമൊക്കെ ഒരു പകുതി വരെ ആസ്വദിച്ചവരുമാണ്. ഇതൊക്കെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ തകർത്തെറിയപ്പെട്ടത് നിസ്സാര കാര്യത്തിനാണ് എന്നുള്ളതാണ്. നിസ്സാരം തന്നെയാണ്. കടബാധ്യതകൾ നമുക്കുണ്ടാവുക സ്വാഭാവികമാണ്. ഒത്തിരി പേർക്ക് ഈ പ്രശ്നം നേരിടുന്നവരുണ്ട്. നമ്മളുടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് വരട്ട് ഗൗരവം എന്ന് അതിന് പറയും, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നാലുക്കൊപ്പം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന കടങ്ങൾ, ആ കടങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുക ഇതുപോലുള്ള ഒരു തീരുമാനത്തിലേക്കാണ്. മിക്ക കുടുംബങ്ങളും ചെയ്യുന്നത് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും. സഹോദരങ്ങളെ ആയാലും അച്ഛനെ അമ്മയായാലും എല്ലാത്തിനെയും കൂട്ടത്തോടെ വിഷം കൊടുത്ത് ചത്തുകളയുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഒരുപാട് പേരങ്ങനെ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഒത്തിരി കുടുംബങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. വീടും വസ്തുവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വരട്ട് ഗൗരവം ഒന്നുകൊണ്ട് ഇതൊക്കെ വിറ്റ് കടം തീർക്കാൻ നിൽക്കാതെ അവരങ്ങ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പല രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് ശരിക്ക് ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബത്തിലെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ആരെങ്കിലും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഒരു പക്ഷേ അതിനൊക്കെ ഒരു പ്രതിവിധി കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വിഷയത്തിൽ ഏറ്റവും ഈസിയായ ഒരു തീരുമാനം എടുക്കുകയാണ്. സ്വയം അവസാനിപ്പിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൊല്ലുക എന്നതുകൂടെ. അഫാൻ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത്. എനിക്ക് ശ്യാമിൻ്റെ ഒരു ഇതിലാണ് കിട്ടിയത്. ഈ പുള്ളി സ്ഥിരമായിട്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ആളാണ്. കുറച്ച് കേൾക്കാം. എത്രയും പെട്ടെന്ന് ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ മരണം സംഭവിക്കുമെന്നും ആയിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഏതാണ്ട് 8 മിനിറ്റ് 10 മിനിറ്റ് താഴെ സമയം കൊണ്ട് തന്നെ അവർ ഓടി, ആംബുലൻസ് ഓടി, ജയിലിലെ ആംബുലൻസ് ഓടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഇയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം, ഇയാൾക്ക് ഇനി ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ് എന്ന്. അങ്ങനെയാണ് ഇത്രയും ദിവസം ഇയാൾ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇതിനിടെ പല വിവരണങ്ങളും മെഡിക്കൽ ബുള്ളറ്റിൻ പലതവണ വന്നു. അതിൽ ആദ്യം പറഞ്ഞൊരു കാര്യം, രക്തസമ്മർദ്ദത്തിൽ പ്രശ്നമുണ്ട്, ഒപ്പം തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്നതിൽ പ്രശ്നങ്ങളുണ്ട്, ഇയാളുടെ ഞരമ്പുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകൾ ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഡോക്ടർമാർ പങ്കുവച്ചു. അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇയാളുടെ കഴുത്തിലെ ഞരമ്പുകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കാനുള്ള കാരണമുണ്ട്, സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇയാളുടെ ഒരു വശം തളർന്നു പോയേക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒപ്പം കോമയിലേക്ക് എത്താനുള്ള സാഹചര്യവും പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. എല്ലാ മാധ്യമങ്ങളും ഓരോ തവണത്തെയും മെഡിക്കൽ ബുള്ളറ്റിനും ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെ വിശദീകരണങ്ങൾ ഓരോ തവണയും ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി ഡോക്ടർ ബി സുൽകുമാർ, മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, അഫാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അഫാൻ ചോദ്യങ്ങളോട്, അതായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി മെഡിക്കൽ ICUവിൽ കഴിയുന്ന അഫാൻ ഓരോരുത്തരെയായി തിരിച്ചറിയുന്നു. അയാൾക്കൊപ്പം കഴിഞ്ഞ സഹതടവുകാരൻ, അതുപോലെ തന്നെ അയാളുടെ ജയിലിൽ അയാൾ ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്ന ജയിൽ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അയാളുടെ പിതാവിന്റെയും മാതാവിന്റെയും ചിത്രങ്ങൾ കാണിച്ചപ്പോൾ അവരെ, അങ്ങനെ എല്ലാവരെയും തിരിച്ചറിയുകയും പേരുകളൊക്കെ തന്നെ ഈ അഫാൻ പറയുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഏറ്റവും അവസാനമായി ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ നിന്നും വന്നിരിക്കുന്ന ഒരു റിസൾട്ട്. അതായത് ഇയാൾ കോമയിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാൾക്ക് ഓർമ്മശക്തിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെ നിന്നും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പക്ഷേ അഫാൻ മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്, അതിനു മുമ്പ്, ആത്മഹത്യയുടെ തൊട്ടു മുമ്പ് എന്തായിരുന്നു താങ്കളുടെ മനസ്സിനെ കലുഷിതമാക്കിയെന്നുള്ള മാനസികാരോഗ്യ വിദഗ്ധന്റെ ചോദ്യത്തിനൊന്നും ഇദ്ദേഹം അഫാൻ മറുപടി പറയാൻ തയ്യാറായില്ല. ഇത് മാത്രമല്ല, മുൻപ് കൊലപാതകം നടത്താനുള്ള കാരണത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അതിനും മറുപടി പറയുന്നില്ല. എന്ത് മറുപടി പറയാനാണ്? അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവനല്ലേ അറിയുള്ളൂ. എന്തായാലും ഈ ഒരു ആത്മഹത്യ കൊണ്ട് ഒരു പ്രയോജനമുണ്ടായി. കാരണം അവന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവൻ പുറത്തിറങ്ങിയാൽ പുറം ലോകത്തിന് ഒരു ത്രെട്ട് തന്നെയാണ്. കാരണം ഇവൻ്റെ പേരൻസ് അവരെ ഏറ്റെടുക്കത്തില്ല. ആ തന്ത അത് തന്നെയാണ് പണ്ടും ചെയ്തത്. ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത പ്രവർത്തികൾ ചെയ്തതിൻ്റെ ഫലമാണ് മകൻ ബാക്കി ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെയും
സ്വന്തം അമ്മയെയും സഹോദരനെയും ഒക്കെ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നത്. ഇപ്പോഴും അയാളെടുത്ത തീരുമാനം അതുപോലെ ബാലിശമായിരുന്നു എന്നുള്ളതാണ്. നീ അയാൾ പോയി കെയർ ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകൻ തന്നെയല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അവൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക ഒരിക്കലും നടക്കുന്ന കേസല്ല. ഇനി അവനെ പുറത്തേക്ക് വന്നാൽ തന്നെ അവൻ നല്ലൊരു ക്രിമിനലായിട്ട് മാത്രമേ മറ്റുള്ളവർ അംഗീകരിക്കുകയുള്ളൂ. മാത്രമല്ല അവനെ വിശ്വസിച്ച് ആരും കൂടെ നിർത്താൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും അവൻ്റെ മാനസിക നില മാറാം. അവൻ വീണ്ടും ഇതുപോലുള്ള വൃത്തികേടുകൾ ചെയ്യാനാണ് സാധ്യത. പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കിടെ സുരക്ഷിതത്വത്തിനെ ബാധിക്കുമെന്നുള്ള തർക്കമേ വേണ്ട. മുൻപ് ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരേ കാര്യം തന്നെയാണ്, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് കുടുംബത്തിലുള്ളവർ തന്നെയാണ്. പുറത്തുള്ള തേർഡ് പേഴ്സൺ വന്നത് പരിഹരിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ വാക്കുകൾ എത്രത്തോളം മൂർച്ചയേറിയതാണെന്നും ആ മൂർച്ച അവരുടെ ജീവിതത്തിൽ തന്നെ നശിപ്പിക്കുമെന്നുള്ള തെളിവാണ് അഫ്വാൻ. ആ അമ്മയുടെയും ആ അച്ഛൻ്റെയും ഉത്തരവാദിത്ത ബോധമില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. മിക്ക കുടുംബത്തിലും നടക്കുന്ന ഒരു കാര്യമാണ് കടം വാങ്ങിക്കുക. കടം തിരിച്ചു കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് കുറേ പെർഫോമൻസ് കാണിക്കുക. ചില കുറ്റങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാത്തിനെയും കൊന്ന് എനിക്കും ചാകണമെന്നുള്ള കമൻസ് ഒക്കെ പറയണം. മിക്ക അമ്മമാരെ കണ്ടിട്ടുണ്ട്. ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ പറയുന്നതിൻ്റെ ഡെപ്ത് അത്രയും നേരത്തെ ദേഷ്യം കൊണ്ടങ്ങ് തീർക്കും എന്നതിനപ്പുറം കുട്ടികൾക്കത് എത്തിപ്പെടുക മറ്റൊരു ടൈമിലേക്കായിരിക്കും. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കുക എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. അഫ്വാൻ നല്ല ഒരു പഠിത്തമാണ്. കാരണം ഈ കുട്ടികളെ നമ്മൾ ഒരുപാട് പാമ്പർ ചെയ്ത് കൂടെ കൊണ്ട് നടന്നാൽ പൊതുസമൂഹത്തിൽ അവർ ഇടപഴകിയിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്തു വെക്കും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. ഫുഡ് മാത്രം വാങ്ങിക്കൊടുത്താൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമെന്ന് ചിന്തിക്കരുത്. മറ്റുള്ളവരുമായി സഹകരിക്കാനും സഹവസിക്കാനും വിടണം. മറ്റു കുടുംബങ്ങളിലേക്കും വിടണം. അപ്പോൾ മാത്രമേ ആ കുട്ടികൾ പൊതുസമൂഹത്തിൽ പൊതുബോധത്തോടു കൂടി വളരുകയുള്ളൂ. ഒരാളെ കൊല ചെയ്താൽ ഇവിടെ കുറ്റമുണ്ടെന്നും ആ കുറ്റം തന്നെ ജീവിതകാലം അതിനകത്ത് അടയ്ക്കുമെന്നും തനിക്ക് മരിക്കാൻ പോലുമില്ല, ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന രീതി ജീവിച്ചു തീർക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളതൊരു പഠിത്തമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലും മനുഷ്യരുണ്ടെന്ന് പേടിയാകുന്നു എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. ഞാനൊക്കെ ഇപ്പോൾ അനിയത്തിയോ ചേട്ടത്തിയുടെയൊക്കെ മക്കളെ കണ്ടാൽ മിണ്ടാറില്ല. നമ്മൾ വല്ലതും പറഞ്ഞിട്ട് ഇനി അവർക്ക് ചിറ്റിക അടിച്ചടിച്ച് പൊട്ടിക്കണമെന്ന് തോന്നിയാൽ എന്തോ ചെയ്യാൻ പറ്റും? അവരവരുടെ മക്കളെ നന്നാക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോഴത്തെ ഒരു ടൈം. ഒന്നും മിണ്ടാൻ വയ്യാത്തൊരു കാലഘട്ടമുണ്ട്. എന്നാലും നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഇടം വരെ നമ്മൾ പറയുക. അതിൻ്റെ മുകളിലേക്ക് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒരുപാട് പോയി കയറിയാൽ അത് പണി വാങ്ങുന്ന കേസ് തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് ആകെ വിഷമമുള്ളത് ആ പെൺകുട്ടിയുടെ കാര്യമാണ്. അവനെ സ്നേഹിച്ചു എന്നൊരൊറ്റ തെറ്റല്ലേ ആ കുട്ടി ചെയ്തുള്ളൂ. അതിൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നില്ലേ എന്നുള്ളതാണ്. ആ കുടുംബം അനുഭവിക്കുന്ന വേദന ഓർക്കുമ്പോൾ പാവം തോന്നും. ഏതായാലും ഇങ്ങനെയൊരു വിഷയം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അഫ്വാൻ രക്ഷപ്പെട്ടതിൽ ഒരു സന്തോഷവുമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ മരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മരിച്ചു പോകുന്നത് തന്നെയാണ് സേഫ്. അയാൾക്കും പൊതുസമൂഹത്തിനും ഒക്കെ സേഫ്റ്റി അതാണ്. ആ പേരൻസ് ഒരു രീതിയിലും തിരിഞ്ഞു നോക്കാത്തടുത്ത് ആ കുട്ടി ഇറങ്ങിയാൽ ആദ്യം തട്ടുക തന്തയായിരിക്കും എന്നുള്ളൊരു തർക്കമേ വേണ്ട. കാരണം അവ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. ഈ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഇവൻ്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത്. ആ പൊടിക്കുട്ടിയെയും കൊന്നു കളഞ്ഞ് അമ്മയെ അടിച്ചപ്പോൾ അവൻ്റെ കൈ വിറച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അവൻ കൈ നല്ല ബലത്തിൽ പിടിച്ചിട്ടുണ്ടാവില്ല. പെറ്റ തള്ളയല്ലേ, തല്ലാൻ തോന്നിയിട്ടുണ്ടാവത്തില്ല. അതായിരിക്കും അവർ സേഫായിട്ടുണ്ടാവുക. ഈ ബാക്കിയുള്ളവരെയൊക്കെ അവൻ നിഷ്കരണം അങ്ങ് തീർത്തു എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും രീതിയിലുള്ളൊരു ഭീകരതയാണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. ഈ വിഷയമൊന്ന് അവതരിപ്പിച്ചു എന്നതിനപ്പുറം ഇതൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസൊന്നുമല്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു കുടുംബത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത വലിയൊരു ഇൻസിഡൻറ്റ്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.